സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് വീഡിയോ ചെയ്യണത്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇമ്പോർട്ടൻ്റ് എഴുതി വെച്ച് പറയാൻ കഴിയില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഞാൻ പറയാം ഏതാണ് സാധാരണ ചോദിക്കുക എന്നുള്ളത്. വെയിറ്റേജ് നോക്കുമ്പോൾ 6 മാർക്കാണ് ഇതിന് സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത്. യൂണിറ്റ് 2ൻ്റെ തൊട്ടടുത്ത് വരെയുള്ള മാർക്ക് ഇതിനുണ്ട്. അത്യാവശ്യം നല്ല മാർക്ക് വരുന്ന ചാപ്റ്ററാണിത്. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ്. മാറ്ററിനെ മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ മിക്സ്ചർ എഗെയിൻ ഹോമോജീനസും ഹെട്രോജീനസും, പ്യുവർ സബ്സ്റ്റൻസ് എലമെൻറ്റും കോമ്പൗണ്ടും. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന ക്വസ്റ്റ്യൻ ഇതാ മോഡലിലൊക്കെ ചോദിച്ചതാണ്. ഇത് ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ ചിലപ്പോൾ രണ്ടൊന്നും ക്വസ്റ്റ്യൻ ഇതിൽ വരും, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ വരും കേട്ടോ. പിന്നെ മെയിൻ ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. 5 ലോ ഉള്ളത്. അതിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, പിന്നെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ മൂന്നാമത്തത്, അതാണ് കുറച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. പിന്നെ ഗെയിലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂം, അവഗാഡ്രോസ് ലോ. ആദ്യത്തെ 3 ലോൻ്റെ പ്രൊപ്പോസ് ചെയ്ത ആളെ പേരും ചോദിക്കാം, അതും പഠിക്കണം. ഫസ്റ്റത്തെ കൺസർവേഷൻ ഓഫ് മാസ് അറിയാലോ, ലവോസിയാണ്. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പ്രോസ്റ്റ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഡാൾട്ടൺ ആണ്. ഈ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ ഇങ്ങനെ പറയല്ലേ, എലമെൻറ്റുകൾ 2 ചേർന്ന്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാർബണും ഓക്സിജനും ചേർത്ത് കാർബൺ മോണോക്സൈഡും ഉണ്ടാവുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ലോ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ്. അങ്ങനെ ഈ പലതും H2O, H2O2 ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് നന്നായി നോക്കണം എന്നർത്ഥം. പിന്നെ പറയാനുള്ളത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ജസ്റ്റ് പോസ്റ്റുലേറ്റ്സ്, സിമ്പിളാണ്, എന്തായാലും എല്ലാവരും ഇത് അതൊക്കെ. ദെൻ പ്രോബ്ലംസ് റിലേറ്റഡ് ടു മോൾ കൺസെപ്റ്റ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ചെറിയ പ്രോബ്ലംസോ ആണ് അധികം ഉണ്ടാവുക. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കാര്യങ്ങൾ എളുപ്പമാവട്ടോ. പിന്നെ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്ക ഫോർമുല, അത് മെയിനായിട്ട് എന്താണ് എംപിരിക്കൽ ഫോർമുല, മോളിക്ക ഫോർമുല എന്ന് അറിയണം. പിന്നെ എംപിരിക്കൽ ഫോർമുല, മോളിക്ക ഫോർമുല റിലേഷനും അതിൻ്റെ പ്രോബ്ലം. പിന്നെ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അതെ, ഒരു റിയാക്ഷൻ ആദ്യം തീരുന്ന റിയാക്റ്റൻ്റ്, അത്ര തന്നെ ഉള്ളൂ. ദി റിയാക്റ്റൻ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഫസ്റ്റ് റിയാക്ട് ചെയ്ത് തീരുന്ന റിയാക്റ്റൻ്റാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. പിന്നെ അതിൽ പ്രോബ്ലംസ് ഉണ്ട്, അത് സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞ ഹെഡിങ്ങിലാണ് ഇതൊക്കെ വരിക. അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ലിമിറ്റിംഗ് റിയേജൻറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, മൊളാരിറ്റി എന്താണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അറിയണം. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്മോൾ ലെറ്റർ എം, മറ്റത് ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാനുള്ളത്, ഈ മൊളാരിറ്റി പറയുമ്പോൾ മൊളാരിറ്റിയാണ് കേട്ടോ പറയണത്. മൊളാരിറ്റി പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മൊളാലിറ്റി ആകുമ്പോഴോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്ററിലെ ഡിഫറൻസ്. ദെൻ വേറെ ഡിഫറൻസ് ഉള്ളത് മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. കാരണം വോള്യൂം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, എന്നാൽ മാസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് മൊളാലിറ്റി ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ ഡാസ് എ മോൾ ഫ്രാക്ഷൻ ആണ് പിന്നെ ഇമ്പോർട്ടൻ്റ് തോന്നുന്നത്. നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കലാണ് മെയിൻ ചെയ്യാനുള്ളത് കേട്ടോ.